അൻവർ ഇടതുപക്ഷത്തെ ചതിച്ചു എന്ന പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PV അൻവറിനെ അപേക്ഷിച്ച് PV അൻവറിനെ താരതമ്യം ചെയ്യുമ്പോൾ എം സ്വരാജിന് ക്ലീൻ ചിറ്റാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും PV അൻവറിനെതിരെ വലിയ വിമർശനമുയർത്താൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. കൂടുതലും അൻവറിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. നിലമ്പൂരിൽ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. PV അൻവർ ഇടതുപക്ഷത്തെ ചതിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം. എന്നാൽ ഇത് കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ചതിയുടെ രാഷ്ട്രീയം നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ വിജയിക്കും എന്നുള്ള അഭിപ്രായമാണ് മുഖ്യമന്ത്രി അവിടെ ഉയർത്തിയത്. അതുമാത്രമല്ല, എം സ്വരാജിന് ജനങ്ങൾക്കിടയിൽ ക്ലീൻ ഇമേജാണ് ഉള്ളതെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു. ഇടതുപക്ഷ കൺവെൻഷൻ, ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നല്ലോ മുഖ്യമന്ത്രി. ശിവദാസ്, ഈ കൺവെൻഷനിലും പ്രധാനമായും PV അൻവറിനെതിരെ വിമർശനം ഉന്നയിക്കാനാണല്ലോ മുഖ്യമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചത്. ശിവദാസ്. തീർച്ചയായും PV അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നമുക്കറിയാം, PV അൻവർ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇടത് പാളയത്തിൽ നിന്നും പുറത്ത് വന്നത്. അതിനുശേഷം അദ്ദേഹം ഇടത് MLA ആയിരുന്നു. ആ MLA സ്ഥാനം രാജിവെച്ചു. ആ രാജിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ആദ്യമായാണ് നിലമ്പൂരിൽ എത്തുന്നത്. അതായത് ഈ PV അൻവർ പിണറായി വിജയൻ പോയതിനു ശേഷം ആദ്യമായി മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ കൺവെൻഷനിൽ ഉണ്ട്. ആ കൺവെൻഷനിൽ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം തന്നെയാണ് PV അൻവറിനെതിരെ ഉന്നയിച്ചത്. നമ്മൾ ചതിയിൽപ്പെട്ടു, ആ ചതിയിൽ പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായി തന്നെ PV അൻവറിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും മറ്റു ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വാര്യൻകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ അദ്ദേഹത്തിന് പോരാട്ടം നടന്ന മണ്ണാണ്, ചതിയിൽപ്പെട്ടാണ് വാര്യൻകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ കൊല ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതുമായി താരതമ്യം സംസാരിച്ചത്. അതുപോലെ വാര്യൻകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി ചതിയിൽപ്പെട്ടതുപോലെ നമ്മൾ ചതിയിൽപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ നമ്മൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ജനങ്ങൾ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. ജനങ്ങളാണ് നമ്മളുടെ ശക്തി, മറ്റൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്വരാജിന്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ അടക്കം മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഈ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് PV അൻവർ രാജിവെച്ച ഒരു സാഹചര്യം, മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു PV അൻവർ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ എം സ്വരാജിനെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതും, അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം. പക്ഷേ എം സ്വരാജിനെ തന്നെ സംസ്ഥാന നേതൃനിരയിൽ ഉള്ള ഒരു വ്യക്തിയെ തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പോരാട്ടം ശക്തമാക്കുക, PV അൻവറിന്റെ ഇത്തരത്തിലുള്ള പാളിച്ചകളും പൊള്ളത്തരങ്ങളും തുറന്നു കാട്ടുക, വീണ്ടും ഇവിടെ ഒരു തുടർ MLA LDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ചുക്കാൻ പിടിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. അതായത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. തന്നെ രൂക്ഷമായി തുടർച്ചയായി ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് കൂടി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഈ കൺവെൻഷനിലും അത്തരത്തിലുള്ള വാക്കുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലമ്പൂർ ഒരു പോരാട്ട ചൂടിൽ തന്നെയാണ്, കനത്ത പോരാട്ട ചൂടിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ BJPയും സജീവമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം
തുടക്കം കുറിച്ചിട്ടുള്ള വിനോദ്. തീർച്ചയായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. PV അൻവർ ഇടതുപക്ഷത്തെ ചതിച്ചു എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ്.